അപ്പോൾ പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ പൂക്കർത്തലാണ്, എടപ്പാൾ പഞ്ചായത്താണ്. എടപ്പാൾ പഞ്ചായത്തിൽ അപ്പൊ നമ്മള് ഇതേത് വാർഡ് എന്ന് അറിയില്ല, എന്തായാലും എടപ്പാൾ പഞ്ചായത്തിലെ പ്രസിഡന്റും ഈ വാർഡിലെ മെമ്പർമാരും ബന്ധപ്പെട്ട അധികൃതരും അറിയാൻ വേണ്ടിയിട്ട് ഇതൊരു നമ്മൾ തെരുവിൽ വളരുന്ന ഒരു ഫീമെയിൽ ഡോഗാണ്, ഒരു പെണ്ണായാണ്. അപ്പൊ അവളെ നമ്മൾ വന്ധീകരിച്ചിട്ടുണ്ട്. വന്ധീകരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തവരോടായി പറയാണ്. അതായത് തെരുവിലെ നായകളുടെ അമിതമായ വംശവർദ്ധനവും നിയന്ത്രിക്കാനും തെരുവിലെ നായകളുടെ എണ്ണം പെരുകുന്നത് തടയാനും പേവിഷബാധ അതിൽ മൂന്നിൽ ഉണ്ടാകുന്ന നമ്മുടെ പേവിഷബാധ നിർമ്മാർജ്ജനം ചെയ്യാനും പിന്നെ മൊത്തത്തിൽ തെരുവുനായ പ്രശ്നം എന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്നല്ലോ. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിഹാരമാണ് തെരുവുനായ വന്ധീകരണം എന്ന് പറയുന്നത്. അത് പ്രോപ്പറായിട്ട് ഗവൺമെന്റിന്റെ അണ്ടറിലൊന്നും നല്ല രീതിയിൽ നടക്കാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എന്നാൽ കഴിയുന്ന പോലെ ഇതുപോലെ എനക്കുള്ള പെണ്ണായകളൊക്കെ നമ്മൾ എടുത്ത് വന്ധീകരിക്കുന്നത്. അപ്പൊ അതിന് സഹായിക്കുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ എന്റെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന കുറെ നന്മ നിറഞ്ഞ മനുഷ്യർ, അവരൊരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ നായ എത്രത്തോളം നമ്മളോട് ഇണക്കുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ തെരുവിൽ വളർന്നു വരുന്ന ഓരോ നായകളെ, ചെറുപ്പത്തിലെ വളർന്നു വരുന്ന നായകൾ, ആ ചെറിയ പപ്പികളെ നമ്മൾ സ്നേഹത്തോടെ അവരെ ഉപദ്രവിക്കാതെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് എന്താ പറയാ ആട്ടിപ്പായ്ക്കാതെ സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇതുപോലെ ചേർത്ത് നിർത്താൻ ആർക്കും കഴിയും. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന നായ ഞാൻ ഇവിടെ വിട്ടിച്ചിട്ട് ഇവിടുന്ന് എടുത്ത കുഞ്ഞാണ്. അത് ആരും കടിക്കാനോ ഇടിക്കാനോ മാന്താനോ ഒന്നും പോവില്ല. അതായത് ഇവിടെ ജനിച്ചു വളർന്ന ഒരു നായയാണ്. അപ്പൊ ഞാനത് എന്റെ ഒരു കർമ്മത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇത് ചെയ്തു. അത് മാത്രമല്ല വന്ധീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മളെ ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ചെവിടെ മാർക്കിങ് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇതുപോലെ ഇതിപ്പോ ചെയ്യാൻ കഴിഞ്ഞത് ഇത് നമ്മുടെ ഇത് ഒരു അപ്പോൾസറി വർക്കാണ് ഇവിടെ പൂക്കർത്തറത്തെ ജലീൽക്ക എന്നുള്ള ആ നന്മ നിറഞ്ഞ ഒരു വലിയൊരു വ്യക്തി, അയാളൊരു വലിയൊരു മനസ്സിനുടമയാണ്. അയാള് ഒരു ഇസ്ലാം മതത്തിലായിരുന്നിട്ട് പോലും ഓരോ ജീവികളെ സ്നേഹിക്കേണ്ട രീതി എന്താണെന്ന് അയാൾക്കറിയാം. അയാൾ ഭക്ഷണം കൊടുത്തത് കൊണ്ടാണ് ഈ കുഞ്ഞ് ഇണങ്ങിയത്. അപ്പൊ അങ്ങനെ ഇണങ്ങിയപ്പോ എനിക്ക് പോലും ഇങ്ങനെ നിർത്താൻ പറ്റി. ഇതുപോലെ ഏതൊരാൾക്ക് ഈ കുഞ്ഞിനെ ചേർത്ത് നിർത്തുക. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഓരോ സ്ഥലത്തും ഓരോ നാടുകളിലും അതേപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാര്, അതുപോലെ ഭക്ഷണം കൊടുക്കുന്ന വേറെ ആളുകൾ, അവരൊക്കെ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം, അവരോട് നമ്മൾ സ്നേഹം കാണിക്കുമ്പോഴാണ് അവരിൽ നിന്ന് അക്രമങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകുന്നത്. അങ്ങനെ അവർ നല്ല രീതിയിൽ അവരോട് പെരുമാറുമ്പോൾ ഇതുപോലെ വന്ധീകരിക്കാൻ കഴിയും, റാബിസ് വാക്സിൻ എടുക്കാൻ കഴിയും. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവർക്കെതിരെ തെരുവുകൾക്ക് നായകൾക്ക് എതിരെ തിരിയുന്ന മാധ്യമപ്രവർത്തകരും ബന്ധപ്പെട്ട അധികൃതരും ഒക്കെയാണ്. അത് മാത്രമല്ല ഇത് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ പൊതുജനങ്ങൾ കൂടിയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ വന്ധീകരിച്ചു, ഇനി ഇവിടെ പെറ്റുപെരുകിയിട്ട് ഒരു 100 തലമുറ നായകൾ പെറ്റുപെരുകിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ഇവിടെ ഞാൻ വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല രോഗപ്രതിരോധ ശേഷിയുള്ള വാക്സിൻ കൂടി ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് ഞാൻ എടുത്ത കുഞ്ഞാണ്. അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പൊ അവര് വളരേണ്ട ഇവിടെയൊക്കെ തന്നെയാണ്. ഈ പരിസ്ഥിതിയോട് ബന്ധപ്പെട്ടാണ് ഈ പരിസ്ഥിതിക്ക്, ഈ തെരുവിലെ നായകളുടെ പരിസ്ഥിതിക്ക് ആവശ്യമാണ്. ഞാൻ എന്റെ പ്രവർത്തിയുടെ ഭാഗമായിട്ട് എന്നാൽ കഴിയും